നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേ സ്വപ്നങ്ങളുള്ള ആൾക്കാരെ, ഇനി നിങ്ങൾ കടത്തിലാണ് മുങ്ങി നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കടബാധ്യതകളും നിങ്ങളെ മറ്റുള്ള പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം വിശ്വസിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, 2025 എന്ന വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാറിയിരിക്കും. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ സമയം എന്നത് നമുക്കൊരു പ്രശ്നമല്ല. നേരെ മറിച്ച് ഞാനൊരു ജോലിയെ ചെയ്യുന്നെങ്കിൽ എനിക്ക് രാവിലെ 9 ടു വൈകുന്നേരം 5 മണി വരെ, ഇതിനപ്പുറം എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. 5 മണിക്ക് ശേഷം 5 കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. ഭംഗി ആസ്വദിച്ചുകൊണ്ട് സുഖസുന്ദരമായിട്ട് ടെൻഷൻ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് നിങ്ങളെ കയ്യിൽ കിട്ടിയത്. കള്ളോ കഞ്ചാവോ സിഗരറ്റോ വിറ്റ് ചെയ്യുന്ന കച്ചവടമല്ല, ജനങ്ങളുടെ ആരോഗ്യം നന്നാക്കിയിട്ട് ഹെൽത്തും വെൽത്തും ഒരുപോലെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങളെ നമ്മൾ വെൽക്കം ചെയ്തിട്ടുള്ളത്. പേര് സൂചിപ്പിച്ച പോലെ തന്നെ യൂനിസ് എന്നാണ്. സ്വദേശം കണ്ണൂർ ജില്ലയിലാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് ഇപ്പോ നിലവിൽ ഐഡിയ എടുത്ത് തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം കംപ്ലീറ്റ് ആയി. 5 വർഷം കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 5 വർഷത്തിൽ ഒരു കൊറോണ പീരീഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ടാണ് 5 വർഷം എന്ന് പറയുന്നത്. ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാനിവിടെ കൂടുതൽ എന്റെ 5 വർഷത്തെ ഒരു അനുഭവം പറയാന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാര്യം. എന്ന് വന്ന ഈ മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ശക്തമായി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും. അപ്പൊ എന്തായാലും കൂടുതൽ സമയമൊന്നും എടുക്കില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോ കോളേജിൽ പഠിക്കുമ്പോൾ 2019 ആ സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത് ശക്തമായി ഇറങ്ങുന്നത്. അപ്പോ കോളേജിൽ നിന്ന് ഒരു പാർട്ട് ടൈമർ ആയിട്ടാണ് ഈ ബിസിനസ്സിൽ ആദ്യം വന്നത്. നിങ്ങളെല്ലാവരും തുടങ്ങിയ പോലെ തന്നെ എല്ലാവർക്കും ഉള്ള ആശങ്കയും അതുപോലെ തന്നെ ഉള്ളിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഫ്രണ്ട് വഴിയാണ്, എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് വഴിയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. യാദർശികമായിട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം ഈ ബിസിനസ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഡയറക്ട് സെല്ലിങ്ങോ സോപ്പോ ബേസ്ഡോ ഒന്നും അറിയാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇതുവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോ കോളേജിൽ നിന്ന് ഒരു പാർട്ട് ടൈമർ ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തു. അതുപോലെ തന്നെ കോളേജിന്റെ കൂടെ തന്നെ ഏട്ടന്റെ ബ്രദറിന്റെ കടയിൽ പാർട്ട് ടൈമർ ആയിട്ട് വൈകുന്നേരത്തിന് ശേഷം നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ബിസിനസ്സിൽ വന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആ ഒരു ആശങ്ക തീർച്ചയായിട്ടും എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രൊഡക്റ്റ് മാത്രമായിരുന്നു, അതായത് പ്രൊഡക്റ്റ് വിറ്റാൽ ലാഭം ഉണ്ടാവും, ആ ഒരു ലാഭം മാത്രമാണ് ഈ ബിസിനസ്സിലുള്ള തുടക്കത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത്. വിറ്റാൽ ലാഭം കിട്ടും, ഇതായിരുന്നു ആദ്യത്തെ ഒരു എന്റെ ബിസിനസിന്റെ കച്ചവടം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കച്ചവടത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ഉണ്ടാവുന്ന രീതിയിലേക്ക് ബിസിനസ് ചെറിയ രീതിയിൽ ഉൽപ്പന്നം എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. അത് ഫാമിലി സർക്കിളിലും ഫ്രണ്ട് സർക്കിളിലൊക്കെ റെക്കമെൻഡ് ചെയ്തു. അതിനുശേഷം വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഈ ബിസിനസിനെ ഒന്നും കൂടി വിപുലീകരിച്ച് നടത്തിയത്. അപ്പോ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന്, കണ്ണൂർ ചാല എന്ന് പറയുന്ന ഒരു സ്ഥലം, കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ സ്വദേശം വരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ്. ആ ഒരു സംരംഭം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു 5 വർഷം കൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാടും 3ഓളം സ്റ്റേറ്റുകളിൽ ബിസിനസ് എത്തിയിട്ടുണ്ട്. അതായത് ഞാൻ ഈ ബിസിനസ്സിൽ ഇന്ന് വന്ന എന്റെ വളർച്ചയും അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഉണ്ടാവുന്ന നമുക്ക് ചെറിയ ചെറിയ സ്ട്രഗിൾസ്, അതായത് ഏതൊരു മേഖലയിലും വിജയിച്ചുകൊണ്ടേയിരിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ യാത്രയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളും ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും. അപ്പോ ആ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഫാമിലിയിൽ നിന്നായിരുന്നു ആ ഒരു എതിർപ്പ് ഉണ്ടായത്. കാരണം എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എന്റെ ഫാദർ ഒരു ബിസിനസ് തന്നെയാണ്. അതുപോലെ തന്നെ ബ്രദേഴ്സ്, പെങ്ങളുടെ ഭർത്താക്കന്മാർ, മീൻസ് എല്ലാവരും ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ എന്ന വ്യക്തി ഈ കോളേജിൽ പഠിക്കുന്ന വ്യക്തിയാണ്. ഓൾറെഡി ഈ കോളേജിൽ വരുന്നതിന് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഡിഗ്രി എടുക്കാൻ തന്നെ കാരണം ഞാനൊരു വെബ് ഡിസൈനും ഗ്രാഫിക് ഡിസൈനും പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ കൂടെ ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മീൻസ് സോപ്പ് പേസ്റ്റ് ഇതാണ് നമ്മൾ എല്ലാവരെയും ആശങ്ക. ഇന്ന് നിങ്ങൾ തുടങ്ങിയവരും നിങ്ങളെ ഫാമിലിയിൽ നിന്നും നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും പലരും ചോദിച്ചൊരു കാര്യമായിരിക്കും, ഇത് സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടിയല്ലേ, ഇത് നിന്നെ പോലത്തെ ആൾക്ക് ചെയ്യുന്ന പരിപാടിയാണോ, നീ ഓൾറെഡി നല്ലൊരു മേഖല പഠിച്ചിട്ടുണ്ടല്ലോ, എന്തിനാണ് ഈ മേഖല ഇറങ്ങുന്നത്, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്,
ഇതൊക്കെ മണി ചെയിനാണ്. മീൻസ് ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മളെ വെൽനസിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും അറിയാത്തൊരു സമയമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്ന നേരം പലരുടെ മുന്നിലും എതിർപ്പുകളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് സമയം മാത്രമാണ് എനിക്ക് വേണ്ടി വന്നുള്ളൂ. കാരണം എറണാകുളത്ത് വെച്ച് നടന്നൊരു പ്രോഗ്രാം, നമ്മളെയൊക്കെ ഗ്രേറ്റ് മെന്റർ അല്ലെങ്കിൽ ഇന്ന് ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ട് സെല്ലിങ്ങിലെ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത നമ്മളെ ഗ്രേറ്റ് ലീഡർ മുബീൻ സാറിന്റെ ഒരു പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഒരു ഫുൾ ഡേ പ്രോഗ്രാം ആയിരുന്നു. ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഈ ബിസിനസിന്റെ വലിപ്പം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്താൽ എന്താണ്, അതുവരെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഡെവലപ്പ് ആക്കാൻ പറ്റും, സാധാരണക്കാരൻ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ എത്ര വർഷം എടുക്കും, എന്നാൽ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലായി അന്നത്തെ ആ ഒരു ട്രെയിനിങ്ങിൽ. കാരണം ഇത് ഒറ്റക്കുള്ള വർക്കല്ല, ഇതൊരു ടീം വർക്കാണ്. ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലായി. അതിനുശേഷം 2020 ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം ശക്തമായിട്ട് ഈ ബിസിനസ് ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുത്തു. കറക്റ്റ് ഏറ്റെടുത്ത 3-ാമത്തെ മാസം കൊറോണയും കൂടി വന്നു. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കോളേജ് കംപ്ലീറ്റ് ചെയ്തു, ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. ഫുൾ ടൈം കരിയറായിട്ട് എടുത്ത സമയമാണ് 2020 എന്ന് പറയുന്നത്. ആ സമയം 3 മാസം, കറക്റ്റ് മാർച്ച് 20-ാം തീയതി കൊറോണ വന്ന് മൊത്തം ലോക്ക്ഡൌൺ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ നാട്ടിൻ പ്രദേശത്ത് മാത്രമായിരുന്നു തുടക്കത്തിൽ ബിസിനസ് ഉണ്ടായതെങ്കിൽ, അതായത് ഒരു 20-30 കിലോമീറ്ററിനുള്ളിലാണ് എന്റെ ബിസിനസ് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ, ആ കൊറോണ സമയത്താണ് ബിസിനസ് മെല്ലെ മെല്ലെ പല ഏരിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പല ഏരിയയിലേക്ക് എത്താൻ തുടങ്ങി. ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജില്ലകൾ കേന്ദ്രീകരിച്ച് പല ഏരിയയിലേക്കും എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ തുടക്കത്തിൽ ആദ്യത്തെ ഒരു റാങ്കിൽ എത്താൻ പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ടീം കോർഡിനേറ്റർ കമ്പനിയുടെ ഫസ്റ്റത്തെ റാങ്കാണ്. അപ്പൊ ആ ഒരു റാങ്കിലേക്ക് എത്തിപ്പിടിച്ചു. പ്രൊഡക്റ്റുകൾ വിറ്റിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് കൂടുതൽ അസോസിയേറ്റഡൊക്കെ ആ റാങ്കിലേക്ക് എത്തി. അപ്പൊ കമ്പനീന്റെ ഇൻഷുറൻസ് ഒക്കെ കിട്ടിയാൽ ഒന്നും കൂടി സന്തോഷമായി. ഇത് അടിപൊളി പരിപാടിയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഏറ്റെടുത്തു. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വിളിച്ച പോലെ തന്നെ RTC റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലാണ്. അപ്പൊ വരുന്ന ചെറിയ സമയത്തിനുള്ളിൽ അടുത്ത റാങ്കിലേക്ക് എത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അള്ളാ അതിലേക്ക് എത്തും. അപ്പോ എന്തായാലും നമുക്ക് മുന്നിലുള്ള വഴികൾ ഒരു തടസ്സങ്ങളുള്ള വഴികളിലായിരിക്കും ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നടന്നു പോകുന്നുണ്ടാവാം. അതായത് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഓർഗനൈസേഷൻ, എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഒരു ഓർഗനൈസേഷനെ മാത്രമാണ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാനുള്ള മീൻസ് അതിനുള്ള കണക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിൽ ബിൽഡ് ചെയ്യാനുള്ള സമയമോ സന്ദർഭം കിട്ടിയില്ല. പക്ഷെ ഇതൊരു ബിസിനസ് ആയിട്ട് തുടക്കത്തിൽ ഏറ്റെടുത്തു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു 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 എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. ഇന്ന് പലരും ഈ ബിസിനസ്സിനെ കാണുന്നത് എന്റെ ഒരു ഓർഗനൈസേഷൻ അത് അപ്പലിയും ഡെവലപ്പ് ആക്കും, അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ, ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2 ഓർഗനൈസേഷനും കച്ചവടം നടന്നാൽ മാത്രമാണ് അതിന്റെ വരുമാനം കിട്ടുക. അപ്പൊ അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും വരുമാനം കിട്ടും. അപ്പൊ തുടക്കത്തിൽ ഒരു 500 രൂപയിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് ആണ്. അത് മെല്ലെ മെല്ലെ 1000-ലേക്ക് എത്തി, 10,000-ലേക്ക് എത്തി. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ചോദ്യം വന്നു, ഇതിലൂടെ ഇത്രയല്ലേ കിട്ടൂ, ഇങ്ങനെയൊന്നും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത്, ഒരു പ്രവാസിയായി പോയി കഴിഞ്ഞാൽ മാസം 30,000 അവരുടെ ശമ്പളം കിട്ടുമല്ലോ, ആ മേഖല ഏറ്റെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെ മുന്നിൽ ആഴ്ച വരുമാനം 32,000 വാങ്ങിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവരൊക്കെ മനസ്സിലായത് ഇങ്ങനെയും കിട്ടും. അപ്പൊ ഇത് ഒരാഴ്ചയിൽ കിട്ടും, പിന്നീട് കിട്ടില്ലല്ലോ എന്നുള്ളത് തൊട്ടടുത്ത ആഴ്ച പിന്നെയും 40,000 വാങ്ങിച്ചു. അങ്ങനെ വീക്കിലി വരുമാനം കൂട്ടി ആ രീതിയിലേക്ക് മാറി. ഇന്നിപ്പോ ഒരു 4 വർഷമായിട്ട് ഇൻകം ടാക്സ് അടക്കുന്ന റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ പറയുകയാണെങ്കിൽ കമ്പനിയുടെ 472-ാമത്തെ വീക്കിൽ ഏറ്റവും ടോപ്പ് വരുമാനമായ, നിങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് ആ ഒരു വരുമാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അത്തരത്തില് 2,10,000 രൂപ യൂനിസ് എന്ന പേരിൽ എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി അത് അയച്ചു തന്നിട്ടുണ്ട്. 17 ലക്ഷം അല്ല, അതിൽ കൂടുതൽ കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. 2022 ആ ഒരു ആദ്യത്തെ വരുമാനം അച്ചീവ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വരുമാനം വരും. അതിനനുസരിച്ച് കച്ചവടം നടക്കുന്നു, അതിന്റെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കളിയാക്കിയാളെ മുന്നിൽ. കാരണം ഒരു ഡിഗ്രി പഠിച്ച സ്റ്റുഡന്റ് 2.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ മാറ്റം അത് ചെറുതൊന്നല്ല, വലിയ രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും കോളേജിലെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും തുടക്കത്തിൽ കളിയാക്കൽ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കളിയാക്കാനും കുറ്റപ്പെടുത്താനാണ് ഇഷ്ടം പോലെ ആൾക്കാരുള്ളത്. നിങ്ങൾക്ക് പോലും ഇപ്പൊ വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു മേഖലക്ക് പോലും സപ്പോർട്ടിങ് അല്ല കൂടുതൽ തരുന്നത്, നിങ്ങളെ കളിയാക്കുന്നതായിരിക്കും. ആ കളിയാക്കലുകൾ നിങ്ങളൊന്ന് വാശിയോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഈ ബിസിനസ്സിൽ ബോസ് ഇല്ല, ഈ ബിസിനസ് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലൂടെയാണ് നിങ്ങളെ മാറ്റങ്ങൾ വരാം. ഇത് നിങ്ങൾ അറിയാനും നിങ്ങൾ തിരിച്ചറിയാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും.
ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യത്തെ ഒരു 8 മാസം പാർട്ട് ടൈമർ എന്ന് പറഞ്ഞ സമയം ഞാൻ ഇതിലെ പ്രോഗ്രാമും ട്രെയിനിങ്ങും കമ്പനി സെന്ററിൽ പോകും. എല്ലാ ആഴ്ചയിലും GTS അറ്റൻഡ് ചെയ്യും കണ്ണൂരുള്ള. അന്ന് ഓർഗനൈസേഷൻ 1 2 ആരും ഇല്ലെങ്കിൽ പോലും ഞാൻ എന്ന വ്യക്തി അവിടെ എത്തും. ആ GTS കമ്പനി GTS കണ്ട് ഒന്നും കൂടി പവർ ആവും. കാരണം നമുക്ക് ഇതിന് അറിവ് കിട്ടിയാലാണ് മറ്റൊരാൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ഓരോരോ പ്രോഗ്രാം കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കും അതുപോലെ തന്നെ കാസർഗോഡും കോഴിക്കോടും ഇങ്ങനെ പല ഏരിയയിൽ ആ സമയം നിങ്ങൾ മനസ്സിലാക്കണം 2019-20 സമയത്താണ് ഈ മീറ്റിങ്ങും പ്രോഗ്രാമിനൊക്കെ ഞാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പോയി പോയി മനസ്സിലാക്കിയിട്ടാണ് ഈ ബിസിനസ് ആരെന്ത് പറഞ്ഞാലും നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പ്രോഗ്രാമും ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി ശക്തമായിട്ട് പിന്നീട് ആരെന്ത് പറഞ്ഞാലും വിജയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നേടണമെങ്കിൽ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ഫീൽഡ് അല്ലാതെ മൈ ലൈഫ് സ്റ്റൈൽ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ശക്തമായിട്ട് ഒരു ഓർഗനൈസേഷന്റെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും തുടക്കത്തിലെ ആദ്യത്തെ ഒരു എന്തായാലും പറയുന്ന പോലെ ഒരു ഞെരുക്കത്തിൽ ഒരു എളുപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ തുടക്കത്തിലെ ആ ഒരു ഞെരുക്കം എളുപ്പമാക്കി പിന്നീട് കിട്ടി. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇന്ന് പറയുകയാണെങ്കിൽ സ്ട്രോങ് ടീം മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ട്രോങ് ടീം തൃശ്ശൂർ ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, കർണാടക, കുശാൽ നഗർ, ഇങ്ങനെ പല ഏരിയയിലേക്കും ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അന്ന് തുടങ്ങിയ സമയത്ത് ഒറ്റക്കാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂടെ ആരും വരില്ല, നിനക്ക് ആരും കിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് ഓൾമോസ്റ്റ് ഒരു 6000-ത്തിന് എബോ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസി കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആരും വരില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു 10-300 കോൺടാക്ട് ഉള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിലെ 300 പേർക്ക് എനിക്ക് അവസരം പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ആദ്യത്തെ ഒരു 10-60 പേർക്ക് പരിചയപ്പെടുത്തിയ സമയത്ത് ആണ് ഈ ബിസിനസ് ഇത്രയും വലിപ്പം കൂടിയത്. ഇന്ന് 6000 വ്യക്തികളും ഒരു മാസം പല്ല് തേച്ചാൽ മതി ഞാനൊരു 6000 പേസ്റ്റ് വിറ്റ് ബിസിനസ്സുകാരനായിട്ട് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ബിസിനസിന്റെ കച്ചവടം ഒരു 30,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്ത് തുടങ്ങിയ ബിസിനസ്സുകാരൻ മീൻസ് ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് വിറ്റ് 42,000 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്താണ് ഞാൻ ഈ ബിസിനസ് ഒഴിവാക്കിയെങ്കിലും എനിക്ക് 1 രൂപ നഷ്ടമില്ല. അതാണ് ഈ ബിസിനസ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചെലവാക്കുന്ന 1 രൂപ പോലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് അതിന്റെ തിരിച്ച് നമുക്ക് അതിന്റെ മൂല്യമായ പ്രൊഡക്റ്റും അത് വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റും ഉണ്ട്. അപ്പൊ അന്ന് ആ സമയം ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തതുകൊണ്ട് ഇന്ന് ഓൾമോസ്റ്റ് ഒരു 6 കോടി കടുപ്പിച്ച് ബിസിനസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും ഒറ്റക്കുള്ള ഒരു കഴിവല്ല, ഇതൊരു ടീം വർക്കാണ്. ഇന്ന് ഈ 2,10,000 വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പലരും ചോദിച്ചു ഇത് നിനക്ക് സംസാരിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പറയുന്ന സമയത്ത് എന്റെ കൂടെ വന്ന മറ്റൊരു ലീഡർക്കും ഇതേ വരുമാനം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2,10,000 എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങിയത് ഒരു 2 വീലറിലൂടെയാണ്, ബുള്ളറ്റിലൂടെയാണ് യാത്ര തുടങ്ങിയത്. അതിൽ തന്നെ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. 2-3 ആക്സിഡന്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് ഇതിലെ ബിസിനസ്സിലെ ആൾക്കാരെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് തിരിച്ച് വരാൻ വേണ്ടി പറ്റിയത്. മേജറായിട്ട് നടന്നതൊന്ന് വടകരയിൽ വെച്ചിട്ടാണ്. ഈ ഒരു ബിസിനസ്സിലൂടെ ഞാനൊരു 4 വീലർ അച്ചീവ് ചെയ്യാൻ പോകുന്ന സമയമായിരുന്നു. നാട്ടിലേക്ക് പോയി മലപ്പുറത്തുനിന്നും നാട്ടിലേക്ക് പോകുന്ന സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് മീൻസ് ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അന്ന് ഒരു 12 ലക്ഷം എബോ വരുന്ന ഒരു വെന്യൂ എന്ന് പറഞ്ഞ ബൈക്കിൽ എടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വടകരയിൽ വെച്ചിട്ട് ഒരു വണ്ടി തട്ടിയതൊന്നുമല്ല, ഒരു നായി കുറുകെ ചാടിയതും സ്ലിപ്പായി വീണു. ഞാനും എൻ്റെ ഒരു മറ്റൊരു ലീഡർ, ഒരു NTC ലീഡറാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും വീണു. ഏകദേശം ഒരു 1 or 2 വീക്ക് ബെഡ് റെസ്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1 or 2 വീക്കോളം വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥ വന്നു. പക്ഷെ ആ സമയത്തും ബിസിനസ്സിൽ ഒരു കോട്ടവും വന്നിട്ടില്ല. അതായത് നമ്മൾ ചെയ്തു വെച്ച ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരുപാട് വ്യക്തികളെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ന വ്യക്തി ഇല്ലെങ്കിലും അവിടെ ബിസിനസ് നടക്കാൻ തുടങ്ങി. എന്നേരമാണ് ഈ ബിസിനസ്സിലെ പാസീവ് ഇൻകം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലക്ഷങ്ങളെ കച്ചവടം നടക്കുമ്പോൾ അതിന്റെ വരുമാനം കിട്ടും. ഇപ്പൊ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച നമ്മളെ ടീമിലെ കുറച്ച് പേര്, എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള ഇന്ന് NTC പ്രവർത്തിക്കുന്ന മുഫീസ് പറയുന്ന വ്യക്തിയാണ്. മറ്റൊരു ലീഡർ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ CTC സിനാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് ഈ ബിസിനസ് കിട്ടുന്നത്. തീർച്ചയായിട്ടും എത്രത്തോളം കടപ്പാടും നന്ദിയും പറഞ്ഞാൽ അറിയില്ല. കാരണം അത്തരത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ലീഡറാണ്. കാരണം ഈ ബിസിനസ്സിലേക്ക് പിടിച്ചു നിൽക്കാനും ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പ്രോഗ്രാം ട്രെയിനിങ് ഇതിനൊക്കെ എത്തിക്കാൻ മീൻസ് നേതൃത്വം നൽകിയ എന്റെ ലീഡേഴ്സ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് അവര് ഒരു യാത്രയിലായിരുന്നു. തായ്ലൻഡിൽ ഒരു ട്രിപ്പിന് പോയതാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ പലരും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പാസീവ് ഇൻകം ഒന്നും മനസ്സിലാക്കണം. എന്റെ അപ്ലൈൻ ലീഡേഴ്സ് അവിടെ പോയി ഒരു കമ്പനി മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. മീൻസ് ടീം ലെവലിലുള്ള ഒരു മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവർ വന്നതെങ്കിൽ അടിച്ചു പൊളിച്ച് വന്നു. അപ്പൊ എന്തായാലും ആ ഒരു 10 ദിവസം കൊണ്ട് എന്റെ ഓർഗനൈസേഷൻ മാത്രം 20 ലക്ഷം എബോ സെയിൽ ഒരാഴ്ച കയറിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന വ്യക്തി ഇല്ലെങ്കിലും ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആവും.
ഇന്ന് പല ഏരിയയിൽ നിന്നും കച്ചവടം നടക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നത്, ഇതില് നമുക്ക് ഏതൊരു മേഖലയിൽ പറഞ്ഞാൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ദിവസം ഒരു ചെടി മീൻസ് ഒരു കുരു നട്ട് അതിൽ നിന്ന് കായ്ഫലം ഉണ്ടാവണം, ഒരു ദിവസം കൊണ്ട് ഉണ്ടാവണം എന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ അതിനുള്ള സംഭവം ചെയ്താലോ ആവില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഒരു തെങ്ങിൻ തൈയാണ് നടുന്നതെങ്കിൽ അതിനൊരു 2, 3, 4 വർഷം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5 വർഷം എടുത്തു കഴിഞ്ഞാൽ അതൊരു തെങ്ങായി മാറി അതിൽ നിന്ന് തേങ്ങ കിട്ടുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ പറിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ തേങ്ങകളൊന്നും നമ്മൾ ആരും നട്ടതല്ലായിരിക്കും. നമ്മളെ പൂർവികർ മീൻസ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ, മീൻസ് അമ്മാമ്മ, അല്ലെങ്കിൽ ഉപ്പ ഇങ്ങനെ പലരും നട്ട സംഭവമായിരിക്കും നമ്മൾ ഇന്ന് പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ആ രീതിയിലേക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണാം. ഇതൊരു സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടിയല്ല. ഞാൻ ആദ്യം പറയുന്നു, ആ പരിപാടിയായിട്ട് നിങ്ങൾ കാണരുത്. കാരണം വിറ്റവരാരും കോടീശ്വരനായിട്ടില്ല, വിൽപ്പിച്ചവർ മാത്രമാണ് ഇന്ന് ലോകത്ത് ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. അത്തരത്തിലുള്ള ചരിത്രം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾ സമയവും നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ലും ഉറപ്പിച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഒരു കോടീശ്വരനാവാൻ പറ്റും. ഇന്ന് യൂസഫ് അലി സാറാണെങ്കിലും അംബാനി ആണെങ്കിലും പല മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രൊഫഷണൽ ആയിട്ട് വലിയ വലിയ കോടികൾ നേടുന്ന ആൾക്കാരും ഇതേപോലത്തെ നെറ്റ്വർക്ക് ചെയ്യുകയാണ്. അത് അവർ ഷോപ്പുകളിട്ട് ചെയ്യുന്നു, നമ്മൾ ഷോപ്പുകൾക്ക് പകരം വ്യക്തികൾ ഷോപ്പാക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ആ ഒരു തെങ്ങിനിടുന്ന വളവും വേലിയൊക്കെ കെട്ടി അതൊരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം നമ്മൾ അതിനെ പരിപാലിച്ച് വളർത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മളില്ലെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ തേങ്ങകളും അത് പാസീവാണ്. നമ്മളെ 3 ജനറേഷനാണ് കമ്പനിയുടെ വരുമാനം കൊടുക്കുന്നത്. തലമുറകളോളം നമുക്ക് ഈ വരുമാനം വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ എത്രത്തോളം മനസ്സിലാക്കിയോ, അതായത് ഇനി വരാൻ പോകുന്ന കാലഘട്ട കച്ചവടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം നമ്മളിത് പഠിക്കാതെ ഇറങ്ങിയ ഒരു ബിസിനസ് അല്ല, പഠിച്ചുകൊണ്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം സെല്ലിംഗ് ആണ്. ഇന്ന് കാണുന്ന പല മാർക്കറ്റിംഗ് നിങ്ങൾ നോക്കിയാൽ മതി. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും കുറച്ചു കാലം മുമ്പേ പലരും എതിർത്ത മേഖലയായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്ന് കോടികളുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇന്ന് കാണാൻ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും സുലഭമായിട്ടില്ല. പക്ഷെ ഇന്ന് എല്ലാ ഏരിയയിലും എത്തുന്ന ഒരു അവസ്ഥയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മൈ ലൈഫ് സ്റ്റൈൽ എന്ന പ്ലാറ്റ്ഫോം നമ്മളെ നാട്ടിൽ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ ബന്ധുക്കളൊക്കെ ചെയ്ത് അവരൊക്കെ ഇതിലൂടെ കോടികളും വരുമാനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, ഓ ഇത് ഇത്രയും വലിയ ബിസിനസ് ആണോ എന്ന് നിങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലാവുക. കാരണം ഇതിന് കേരള ഗവൺമെന്റ് ഒരു ബില്ല് പാസ്സാക്കാൻ നിൽക്കുകയാണ്. ഇതും കൂടി പാസ്സായി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് ഇനി വരാൻ പോകുന്ന ആൾക്കാർ, കാരണം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്, ജോലികൾ ഇല്ലാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ പല സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് നല്ലൊരു വരുമാനം കൊടുക്കുന്ന ഇൻകം ടാക്സ് അടച്ചിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുള്ളത്. കാരണം കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 ആണ്. കമ്പനീന്റെ അപ്ഡേഷൻ ഇപ്പൊ ഇന്ന് ക്ലോസിംഗ് ഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ കമ്പനിന്റെ പുതിയ പുതിയ അപ്ഡേഷൻ വരാനുണ്ട്. പ്രൊഡക്റ്റിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ വലിയ സംഭവങ്ങൾ കമ്പനിയുടെ ലെവലിൽ വലിയ പ്രോഗ്രാം വരാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ എന്റെ ലൈഫിൽ എടുത്ത 5 വർഷത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 3 വർഷം ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുത്ത ആളാണ്. 5 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ ഐഡിയ എടുത്ത സമയം മുതലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ 2019 ഐഡിയ എടുത്ത് ഇന്ന് 24 പക്ഷെ അതിലെ 2020-21 സമയം വീട്ടിലായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഈ ബിസിനസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പോ ഞാൻ പറഞ്ഞത്, ഒരു 2 വീലർ ഇല്ലാതെ അല്ലെങ്കിൽ 2 വീലറിൽ നിന്ന് യാത്ര ചെയ്ത ഒരു വ്യക്തി ഇന്നൊരു 4 വീലറിലേക്ക് മാറി ഏകദേശം 2 വർഷത്തിൽ കൂടുതലായിട്ട് ആ വണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പോ വരുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിലെ ചെറിയൊരു സ്വപ്നമാണ് ഇൻഷാ അള്ളാ വരുന്ന ഏതാനും 2025 കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ ഒരു ഇന്നോവ ഐക്രോസ്, ഒരു 45 ലക്ഷം രൂപന്റെ വണ്ടി അത് വാങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഞാൻ പറയുന്നു, ഈ ബിസിനസ്സിൽ നമുക്ക് ഒരിക്കലും, അതായത് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതിന് 100% തെളിവാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡന്റ് ആയിരിക്കും 2.5 വർഷം ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുത്തതുകൊണ്ട് എന്റെ കുടുംബത്തിലോ എന്റെ ഫാമിലിയിലോ എന്നെ വേണ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളോ ആരും നേടാത്ത നേട്ടം. ഞാൻ ഒരിക്കലും അഹങ്കാരത്തോടെ പറയുന്നില്ല. പക്ഷെ എന്നെ ഈ ടീം എന്റെ കൂടെ വന്ന് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ, മീൻസ് എന്റെ അസോസിയേറ്റേഴ്സ്, അവര് ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്ത് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഈ രീതിയിലേക്ക് എത്തി. എന്റെ കൂടെ മറ്റൊരു ലീഡർ RTC ആണ്, അതുപോലെ തന്നെ STC ആണെങ്കിൽ ഇന്ന് പല ജില്ലകളിൽ ഏകദേശം 7 ജില്ലകളിലോളം ടീം കോർഡിനേറ്റർ അബോ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കർണാടകയിലും ടീം കോർഡിനേറ്റേഴ്സ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ 65-ന് മേലെ ടീം കോർഡിനേറ്റേഴ്സ് ലീഡേഴ്സിനെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പറയുന്നത്,
ഒരു സമയത്ത് ഒരു വർഷം എടുക്കേണ്ട വന്നു എനിക്ക് ആദ്യത്തെ റാങ്കിൽ എത്താനെങ്കിൽ. പിന്നീട് ഓരോ വർഷവും വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇപ്പോ RTCയിൽ നിൽക്കുകയാണ്. എന്തായാലും വരുന്ന ചെറിയ സമയത്തിനുള്ള അടുത്ത റാങ്കിലേക്ക് എത്തും. അപ്പൊ അതിനുള്ള പ്രവർത്തനത്തിലാണ്. കാരണം ഇന്ന് കണ്ണൂർ എന്ന് പറഞ്ഞ ഏരിയ ആണെങ്കിലും ഇന്ന് നാട് വിട്ട്, ഇന്നിപ്പോ ഞാൻ മലപ്പുറത്താണുള്ളത്. കഴിഞ്ഞ ദിവസം കർണാടകയിലായിരുന്നു. ഇനിയിപ്പോ ഈ വരുന്ന ആഴ്ച കഴിഞ്ഞാൽ അത് തൃശ്ശൂറും തിരുവനന്തപുരം ഒക്കെ പോകാനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ബിസിനസ്സിൽ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ്. കാരണം ഈ ബിസിനസ്സിൽ പലർക്കും ഉള്ളൊരു ആഗ്രഹമാണ് യാത്ര ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുക, ആ ജോലി ചെയ്ത പൈസ എടുത്ത് യാത്ര ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ബിസിനസ് നിങ്ങൾക്ക് എല്ലാം കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്ക് യാത്രാ അനുഭവം തരും. കാരണം ഇന്ന് പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാനും പുതിയ പുതിയ ഏരിയകൾ പോകാനും പുതിയ പുതിയ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും അത്തരത്തിൽ നിങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഞാനൊരു 4-5 വർഷം മുമ്പ് ഏട്ടന്റെ ഷോപ്പിലാണ്, ആ ഷോപ്പിലെ ഒരു 3 മുറി കടയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ നാട്ടുകാരെയും അവിടെയുള്ള ആൾക്കാരെയും ആ ഒരു ഷോപ്പ് മാത്രമാണ് എന്റെ ലോകം. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്നത് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടാണ്. ഒത്തിരി പേരെ ഈ ബിസിനസ്സിലൂടെ വന്നത്. ഇന്നിപ്പോ എന്നെ നിങ്ങൾ ആരും അറിയില്ല, മീൻസ് തുടക്കത്തിൽ മീൻസ് എന്നെ കണ്ടുപരിചയമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ കണ്ടുപരിചയം പോലും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ വന്ന് സ്പീച്ച് ചെയ്യുന്നു. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, ഇത് നമ്മൾ ഒരു ഫാമിലി ബിസിനസ് ആണ്. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിലൂടെ ആർക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലെ വന്ന ആൾക്കാരുണ്ടാവാം, പലരുടെയും മക്കൾ ഉണ്ടാവാം സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം അവർക്കൊക്കെ ഉള്ളൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ കീഴിൽ പണിയെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ ഒരാളെ കീഴിലാണ് പണിയെടുക്കുന്നെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആശങ്ക തീർച്ചയായിട്ടും അത് വലുതാണ്. എന്റെ മക്കള് മോശം പ്രവർത്തിയിലേക്ക് പോകും. കാരണം ഈ ബിസിനസിന്റെ പ്രത്യേകത വെച്ചാല്, ഞാൻ ഇന്നലെ നമ്മളൊരു കുറച്ച് ചെറുപ്പക്കാരായ ടീമിന്റെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, അവരെ വീട്ടിൽ നിന്നാണ് പറഞ്ഞത്, അവർ ഉമ്മാക്കടക്കം ഞാൻ വാക്ക് കൊടുത്തതാണ്. അതായത് നിങ്ങൾ ഏതൊരു കൂട്ടുകെട്ടിന്റെ കൂടെ ഇറക്കിയാലും ഇന്ന് ലോകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ പോലും നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയൊരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ അവിടെ പുകവലി മുതൽ മദ്യപാനം മുതൽ മോശമായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, മൈ ലൈഫ് സ്റ്റൈൽ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ മക്കളെ അയച്ചു നോക്കൂ. അവരുടെ ലഹരി എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളായിരിക്കും. നമ്മൾ വേറൊന്നും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും വിശ്വസിക്കാം. കാരണം അത്തരത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതിനനുസരിച്ച് പണിയെടുക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഒരു ടീമിന്റെ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം പുതിയ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇതെന്താണെന്ന് അറിയാത്ത ആൾക്കാരായിരിക്കാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഓരോരുത്തർ വാക്ക് പറയുന്നു, ഈ ഒരു ബിസിനസ് ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആണെങ്കിൽ കമ്പനിയുടെ മിഷൻ തന്നെ പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ടോപ്പ് ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറണമെന്നാണ്. തീർച്ചയായിട്ടും അതിലേക്ക് എത്തും. എന്നാലും വരുന്ന വർഷങ്ങളിൽ കമ്പനിയുടെ പുതിയ പുതിയ അപ്ഡേഷൻ ഒക്കെ വരാനുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ചെറിയൊരു അനുഭവമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഇഷ്ടം പോലെ ആൾക്കാരും നിങ്ങളെ മാറ്റങ്ങൾ, അതായത് നിങ്ങളെ മാറ്റങ്ങൾ വരുമ്പോൾ ഇതേ വ്യക്തികൾ തന്നെ നിങ്ങളോട് പറയും, അല്ലെങ്കിലും എനിക്കറിയാം നീ വിജയിക്കും എന്നാണ് എനിക്കറിയാം എന്ന് പറയും. അതായത് നിങ്ങളെ കളിയാക്കിയ വ്യക്തികൾ തന്നെ പിന്നീട് ഒരു ദിവസം പറയും നീ വിജയിക്കും എന്നറിയാം. മീൻസ് ഇപ്പൊ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയൊക്കെ പറയുന്ന കാര്യമാണ്, നീ അല്ലെങ്കിലും വിജയിക്കും എന്നറിയാം. കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ, അതായത് നമ്മൾ ഓരോരോ അച്ചീവ്മെന്റ് വേണമല്ലോ, അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു മാറ്റം, നമ്മൾ എന്തായാലും ബിസിനസ് ആണ് ചെയ്യുന്നത്, ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒന്നുമില്ല, ഒരു ലേറ്റസ്റ്റ് ആയിട്ട് S24 Ultra അത് എടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തുകൊണ്ടും അതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സും ടീമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഓരോ ഡിസംബർ, ഞാൻ പറയുന്നു ഈ വരുന്ന ഡിസംബറിന് ഇനി വെറും 46 ദിവസം മാത്രമാണുള്ളൂ. ഈ 46 ദിവസം കൊണ്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ആഗ്രഹം വാങ്ങിക്കുക. അതായത് ഒരു പാർക്കർ പെന്നിൽ നിന്ന് തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. ഒരു പാർക്കർ പെന്ന് വാങ്ങിച്ചു തുടങ്ങിയ വ്യക്തി ഇന്ന് പറയുകയാണെങ്കിൽ ഒരു 12 ലക്ഷത്തിന് മേലുള്ള വണ്ടിയിലേക്കും ഇപ്പൊ 1.25 ലക്ഷം രൂപ ഫോണിലേക്കും, മീൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, ഒരുപാട് ചെറിയ വലുതായിട്ടുള്ള ആഗ്രഹങ്ങൾ വീട്ടിലേക്കുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് ആഗ്രഹം ഇനിയുണ്ട്. മീൻസ് ഇത് ഫുൾഫിൽ ചെയ്യണം. കാരണം ഇന്ന് മുബീൻ സാറാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ലീഡേഴ്സും ഇന്ന് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ബിസിനസ് നമ്മളൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നമ്മളെ തലമുറകളോളം അത് പറയും. കാരണം സ്ട്രഗിൾസ് ഇല്ലാത്ത ഏതൊരു മേഖലയിലും, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇന്ന് വിജയിച്ച ആൾക്കാർക്ക് ഒരു കഥ പറയാനുണ്ടാവും. അതായത് ഇന്ന് കാണുന്ന സച്ചിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിലും അവർ ഓരോരുത്തർക്കും സക്സസ് ആയതിന്റെ സ്റ്റോറി പറയാൻ പറ്റും. മീൻസ് നിങ്ങൾ ഇന്ന് തുടങ്ങി അടുത്ത ആഴ്ച മുതൽ 2-10 വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു എക്സ്പീരിയൻസ് ഇല്ല.
പക്ഷെ നിങ്ങൾക്ക് ആ 2,10,000 റെഡി ആണെങ്കിൽ, നിങ്ങൾ ആഴ്ചയിൽ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളാണെങ്കിൽ, കാരണം ഞാൻ പറയുന്നത്, ഞാൻ ഈ 2,10,000 എത്തുമ്പോൾ ആ ഒരു 40 ദിവസം കണ്ണൂരിൽ നിന്ന് വ്രതമെടുത്ത് 40 ദിവസം മലപ്പുറത്തേക്കും അതുപോലെ തന്നെ തൃശ്ശൂറും കൊല്ലത്തും ഇങ്ങനെ പല ഏരിയയിലേക്ക് ഓടാൻ വേണ്ടി തയ്യാറായിട്ട് വന്ന ആളാണ്. അപ്പൊ അത്തരത്തില് ഇറങ്ങിയ സമയത്ത് 40 ദിവസത്തിൽ പല ദിവസങ്ങളിൽ ഉറക്കില്ല. കാരണം കണ്ടിന്യൂസ് പ്രവർത്തനമാണ്, 24/7 എന്ന് പറഞ്ഞ പോലെയാണ് പ്രവർത്തനം. പക്ഷെ അതിയായ ആഗ്രഹമായിരുന്നു ആ ഒരു അച്ചീവ്മെന്റ് നേടണം. ഫാമിലി കളിയാക്കിയിട്ടുണ്ട്, ഒരു 1,500 ആളെ പ്രോഗ്രാം നടക്കാനുണ്ട്, തീർച്ചയായിട്ടും ഫാമിലി ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കണം. ആ എത്തിക്കുന്നതിന് ഫാമിലി റെക്കഗ്നേഷൻ 2,10,000 വാങ്ങിച്ചാൾക്ക് മാത്രമാകുള്ളൂ. പക്ഷെ ആ ഒരു 40 ദിവസത്തെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തൊരു ആഗ്രഹം, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന TC ആണെങ്കിൽ, നിങ്ങൾ ഈ നിൽക്കുന്ന ATC ആണെങ്കിൽ, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ബോണസ്, ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ 1,00,000 ഒരു സൈഡ് ക്ലിയർ ആയിട്ടുണ്ടാവും, എന്നാൽ ഒരു സൈഡ് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹം, നിങ്ങൾക്ക് മീൻസ് ഉള്ളിൽ നിന്ന് എടുത്ത ആഗ്രഹമാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് എന്ത് വില കൊടുത്ത് അത് സാധിക്കും. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു, ആഗ്രഹിച്ചതൊക്കെ നേടാനാണ് നമ്മൾ വന്നത് മൈ ലൈഫ് സ്റ്റൈലിൽ. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ചെറുതും വലുതുമായിട്ടും, കാരണം വലുതിലേക്ക് നമുക്ക് എത്തിപ്പെടാം, ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതിപ്പോ മക്കൾക്കാണെങ്കിലും വീട്ടിലെ ഉമ്മ ഉപ്പ ആർക്കാണെങ്കിലും നിങ്ങൾ അതിനുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങളെ നമ്മൾ വെൽക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും കമ്പനി അടിപൊളിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ലീഡേഴ്സ് ഓരോരുത്തരും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ബിസിനസ്സിലേക്ക് സപ്പോർട്ടിംഗ് ആണ് എപ്പോഴും വേണ്ടത്. കാരണം നമ്മളെ പറയാൻ നമുക്കൊരു ബോസ് ഇല്ല, പക്ഷെ എന്നാലും നമ്മളെ പുഷ് ചെയ്യാനും നമ്മളിത് പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേഗത്തിൽ ഉയരും. കാരണം ഞാൻ അന്നും പാർട്ട് ടൈം ഇന്നും പാർട്ട് ടൈമർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ റാങ്കിലേക്ക് നിൽക്കില്ല. ഞാൻ പറഞ്ഞു, 5 വർഷ കാലയളവിൽ ഒരു 3-3.5 വർഷം ഈ ബിസിനസ് ഏറ്റെടുത്ത ആളാണ്. പക്ഷെ RTCയിലേക്ക് നിന്ന് NTCയിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ റാങ്കിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ഇന്ന് എത്താൻ സാധിച്ചത് അന്നത്തെ ആ ഒരു തീരുമാനം, അതിനുശേഷം എടുത്ത ഒരു എക്സ്ട്രാ സംഭവം, അതായത് ഫുൾ ടൈം കരിയറായിട്ട് ഈ മേഖല ഏറ്റെടുക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, വരുന്ന 2 വർഷം, ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയുന്നു, വരുന്ന 2 വർഷം കൊണ്ട് ഈ ബിസിനസ്, ഇന്ന് എന്നെ കൂടെ 6,000 വ്യക്തികളാണ് അസോസിയേറ്റ് ചെയ്തെങ്കിൽ, ബിസിനസ്സിൽ ചെയ്യാനുള്ള ആൾക്കാരല്ല, ജസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങുന്ന 1,00,000 ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് മനസ്സിലാക്കണം, പ്രൊഡക്റ്റ് എല്ലാ മാസവും മന്ത്ലി വാങ്ങിക്കുന്ന 1,00,000 ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. മീൻസ് നിങ്ങളും ഇത് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളോട് അടക്കമാണ് ഞാൻ പറയുന്നത്. 1,00,000 പേരെ ക്രിയേറ്റ് ചെയ്താൽ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ഒരു പേസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയാണ്. ഓക്കെ, ചെറിയൊരു അപ്ഡേഷൻ വരാനുണ്ട്. അപ്പൊ എന്തായാലും 130 രൂപന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തി ഉപയോഗിക്കാൻ വീട്ടിലേക്ക് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു 1,00,000 പേര് ഒരു പേസ്റ്റ് വെച്ച്, നമ്മൾ 110 മേലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, എന്നാലും പുതിയ പ്രൊഡക്റ്റ് വരാനിരിക്കുകയാണ്. ഞാൻ ഒരു പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്ന 1,00,000 പേരെ ക്രിയേറ്റ് ചെയ്താൽ പോലും 1,30,00,000 കച്ചവടം കിട്ടും. ഇത് 2 ഓർഗനൈസേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 12% 15 ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടും. ടാക്സ് ഒക്കെ കട്ട് ചെയ്ത് എന്തായാലും ഒരു 12-13 ലക്ഷം രൂപ മന്ത്ലി വരുമാനമായിട്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നെറ്റ്വർക്ക് കൂട്ടാം. ഒരു വ്യക്തിനെ കൊണ്ടുവരാൻ നമുക്കിവിടെ സിമ്പിൾ ആണ്. കാരണം ഇന്ന് ഞാൻ 2019 തുടങ്ങിയ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അന്ന് 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആള് നെഗറ്റീവാണ്. അതിൽ നിർബന്ധിച്ച് ഒരാൾ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേന്ന് ആ വ്യക്തി നെഗറ്റീവാണ്. അവരെ പൈസ തന്നില്ലെങ്കിൽ, അവർ 5,000-10,000 തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഫണ്ട് റീഫണ്ട് വാങ്ങിക്കും. മീൻസ് ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. പക്ഷെ എന്നാൽ കൊറോണ വന്നതിന് ശേഷം പലർക്കും മനസ്സിലായി, ഈ ജോലിയല്ല ചെയ്യേണ്ടത്, ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം നിർബന്ധമാണ്, ചെയ്യുന്ന ജോലിന് കൂടെ ഒരു അധിക വരുമാനം ആവശ്യമാണ്. ഇന്നത്തെ ജീവിതത്തിലെ ചെലവ് എന്ന് പറയുന്നത്, കാരണം ഇന്ന് സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൂടി വരികയാണ്. ഏത് സാധനം എടുത്താലും, നമ്മുടെ വീട്ടിൽ എന്ത് സാധനം എടുത്താലും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അടിക്കുന്ന എണ്ണയാണെങ്കിലും എല്ലാം, പെട്രോൾ ആണെങ്കിലും എല്ലാത്തിനും വില കൂടുകയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ വരുമാനം സാധാരണക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കിട്ടുന്ന 500, 1000 അത് ഒരു ദിവസം 2,000 ആവുന്നുണ്ടോ? ആ 500 1,000 ആവുന്നുണ്ടോ? 1,000 2,000 ആവുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെ ചെലവ് എന്താകുന്നുണ്ട്? ഒരു ദിവസം നിങ്ങൾക്ക് 500 രൂപ ചെലവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് 800 രൂപ ചെലവായിരിക്കും, ചിലപ്പോൾ 1,000 രൂപ ചെലവായിരിക്കും. അപ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ജീവിത ചെലവ് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ മേഖല പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു 3 വർഷം നിങ്ങൾ ഇതിനെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു ടീമിനെ ബിൽഡ് ചെയ്യും. 4ാമത്തെ വർഷം കഴിഞ്ഞു 5ാമത്തെ വർഷം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2,10,000 എത്താൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ 100% എഴുതി ഒപ്പിട്ടുതരാം. നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട്, മീൻസ് 5ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1,09,00,000 രൂപ വരുമാനം കിട്ടും. കൺസിസ്റ്റന്റ് ആയിട്ട് 2-10 വരുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്ന ഒരു 30 വർഷം ഈ ബിസിനസ് ഏറ്റെടുത്താൽ ഒരു 30 കോടി ഉണ്ടാക്കാം ഒരു ഐഡിയയിലൂടെ. ഇങ്ങനെ 3 ഐഡിയ ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ സാധാരണ രീതിയിൽ ഒരു 1,000 രൂപ ശമ്പളക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും 30 വർഷം കൊണ്ട് നമുക്ക് 1,08,00,000 വരെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കണക്ക് കൂട്ടി വെക്കുക, ഒരു വ്യക്തി ഒരു 1,000 രൂപ വെച്ചിട്ട് 30 വർഷം ജോലി ചെയ്താൽ
അതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 3 മീൻസ് 1,08,00,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ഒരു 3 മുതൽ 4 വർഷം പഠിക്കാനും മനസ്സിലാക്കാനും ടീമിനെ ബിൽഡ് ചെയ്യാനും അതിലൂടെയൊക്കെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. പക്ഷെ അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയി 2,10,000 എത്താൻ പറ്റുന്ന ആളാണെങ്കിൽ 100% ഞാൻ പറയുന്നു ആ വർഷം നിങ്ങൾക്ക് 1,09,20,000 കിട്ടും. അപ്പോൾ ഈ ബിസിനസ്സിനെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ത്വരയാണ് നിങ്ങൾ എവിടെ എത്തിക്കുന്നത്. ഞാൻ പറയുന്നു, ഞാനാണെങ്കിലും ഈ ബിസിനസ് ഇതിന്റെ മുന്നില് എന്നെ പഠിപ്പിക്കാൻ എന്റെ ഫാദർ ഈ ബിസിനസ് ചെയ്തില്ല, എന്റെ ഫാമിലി ആരും ബിസിനസ് ചെയ്തില്ല, ചെയ്ത നാട്ടുകാരും എന്റെ ഫ്രണ്ട്സും ആണെങ്കിൽ അവരൊക്കെ പറയുന്നത് നെഗറ്റീവാണ്. കാരണം ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് കമ്പനി ഉണ്ട്. കാരണം മൂല്യമുള്ളതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. നിങ്ങൾ എഴുതി വെച്ച് നോക്ക്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, 5 രൂപയുടെ കള്ളനോട്ട് ലക്ഷങ്ങൾ പിടിച്ചൊന്നും കേട്ടിട്ടുണ്ടോ? ഇല്ല. 10 രൂപയുടെ കള്ളനോട്ട് ഇല്ല. നമ്മൾ എപ്പോഴും കാണുന്നത് 500ന്റെയോ 2000 മുന്നേ ഉണ്ടായ 2000-ലേക്ക് നോട്ടാണ് കള്ളനോട്ട് പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂല്യമുള്ളത് കൊണ്ടാണ് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. മൈലേഷ്യൽ മൂല്യമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടാണ് ആ മേഖലയ്ക്ക് ഒരുപാട് കള്ളനാലകൾ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളോട് പറയുന്നത് 10,000 രൂപ ഇട്ടാൽ 10,000 തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ 1,00,000 ഇട്ടാൽ തിരിച്ചെടുക്കാം. ഞാൻ ഇവിടെ പറയുന്നു, ഇവിടെ ഇട്ടാൽ തിരിച്ചെടുക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ കൊടുത്താൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ സാധനം വാങ്ങിക്കുന്നത് അതേ ലാഘവത്തിൽ ഈ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാം. അതേ ലാഘവത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള 100-ലധികം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് MRP-യിലല്ല ഹോൾസെയിലായിട്ട് കിട്ടും. ഇത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, മീൻസ് എന്ന് കരുതി എല്ലാവർക്കും ഉള്ള ഇതാണ് ഇത് വീട് കയറി വെക്കുന്ന പരിപാടിയല്ലേ, ഇത് സാധനം വേഗം തൂക്കി പോണ്ടേ, ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, അത് നിങ്ങൾ മായിച്ചോളാം. കാരണം 2019 ഒരു കോളേജ് സ്റ്റുഡന്റായ എന്നെ സംബന്ധിച്ചിടത്തോളം, 21-22 വയസ്സിൽ തുടങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലൂടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിതല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മൾ യുവാക്കളാണ്, സാധനം എടുത്ത് വിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പോസിബിൾ ആയ കാര്യമല്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ വിൽപ്പന എന്ന് പറയുന്നത് ഒരിക്കലും വീട് കയറി വിൽക്കുന്നില്ല. പക്ഷെ എന്നാൽ ലാഭം ഉണ്ടാക്കാം. നിങ്ങളൊരു റെഡിമെയ്ഡ് ഷോപ്പിലോ അല്ലെങ്കിൽ ഒരാളെ കീഴിൽ പണിയെടുക്കുന്ന ആളാണെങ്കിൽ ദിവസം നിങ്ങൾക്ക് 300 to 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഫിക്സ്ഡ് ആണ്. രാവിലെ 9 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി അല്ലെങ്കിൽ 9 മണി, രാത്രി 9 മണി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ കിട്ടുന്ന വരുമാനം 300 അല്ലെങ്കിൽ 500 ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 500 രൂപയ്ക്ക് നിങ്ങൾ അവിടെ 12 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആവശ്യക്കാരെ കുറച്ച് ആൾക്കാരെ കണ്ട് ഒരു 1, 2, 3 മണിക്കൂർ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 500-1000 രൂപ ആക്കാൻ പറ്റും. അതൊരു ദിവസം റീറ്റ് ചെയ്ത് 500 ഉണ്ടാക്കാം, 1000 ഉണ്ടാക്കാം, 5000 ഉണ്ടാക്കാം, 10,000 വരെ ഉണ്ടാക്കാം. എന്നാൽ ആഴ്ചയിലൂടെ ഇവിടെ ഈ ബിസിനസ്സിൽ 1000 ഉണ്ടാക്കാം, 10,000 ഉണ്ടാക്കാം, 2,10,000 വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ ചെയ്ത ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു പുതിയ ഡയറി വാങ്ങിച്ചു, എന്റെ കോൺടാക്ട് ലിസ്റ്റ് ഇട്ടു, വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പരിചയപ്പെടുത്തി. അതായത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തില്ല, നാളെ ഇവരൊക്കെ വേറെ ടീമിലും വേറെ കൂടെ ആൾക്കാരൊക്കെ വരും. അതുകൊണ്ട് വേഗത്തിൽ ഈ ബിസിനസ് പരിചയപ്പെടുത്തുക. കാരണം പല ഏരിയകളിലേക്ക് ബിസിനസ് നല്ല രീതിയിലേക്ക് എസ്റ്റാബ്ലിഷ് ആണ്. ഇന്ന് എവിടെ പോയാലും മൈലൈഫ്സ്റ്റൈൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരില്ല. പ്രൊഡക്റ്റ് അടിപൊളിയാണ്. 3 വർഷമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബെസ്റ്റ് പ്രൊഡക്റ്റ് അവാർഡൊക്കെ, ബ്രാൻഡിന്റെ അവാർഡൊക്കെ കിട്ടിയ ഒരു ബ്രാൻഡാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റിൽ അടിപൊളിയാണ്. കമ്പനി ലീഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഓരോ വർഷം കോടികളെ സെയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സംഭവം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു വിശ്വാസമാണ് എപ്പോഴും വേണ്ടത്. കമ്പനിയും മാനേജ്മെന്റും ടീമും സപ്പോർട്ടിങ് ലീഡേഴ്സ് എല്ലാം അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മളിൽ ഒരു വിശ്വാസമില്ല. ഞാൻ അഥവാ വിജയിച്ചിട്ടില്ലെങ്കിലോ, എനിക്ക് അഥവാ ഇതിലൂടെ നേടാൻ പറ്റിയില്ലെങ്കിലോ, ഞാൻ ഇട്ട എഫേർട്ടൊക്കെ വേസ്റ്റ് ആയില്ലേ, ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അതായത് എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നു, ഇത്രയും മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട്, തീർച്ചയായിട്ടും ഇതിലെ കമ്പനി GTSകൾ എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ്. ഇന്ന് മറ്റുള്ള ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് ഉണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ട് സക്സസ് ആയി നടക്കുന്ന മീറ്റിംഗ് നടക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഒറ്റ കമ്പനിയേ ഉള്ളൂ, അത് മൈ ലൈഫ് സ്റ്റൈൽ ആണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വേറൊരു കമ്പനി അത്തരത്തിലില്ല. എവിടെ പോയാലും ക്രൗഡ് ഉള്ള ഒരു പ്രോഗ്രാമായിട്ട് നമ്മളെ കമ്പനി GTSകൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ വലിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്ന് നിങ്ങളുടെ ഡയറിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹങ്ങളാണ് ആദ്യം എഴുതേണ്ടത്. കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും, നിങ്ങൾ വണ്ടിയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ് വരുന്നതിന് മുമ്പെയാണ് 2 വീലർ വാങ്ങിച്ചത്. പക്ഷേ കാറിലേക്ക് എന്നെ പ്രവണത തന്നത്, ആഗ്രഹം വെച്ചത് ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നു, ഇപ്പം ഒരു 10-65,000 മേലെ കിലോമീറ്റർ ഓടിക്കഴിയും. പക്ഷെ ഞാൻ പറയുന്നു, 2025 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്റെ കയ്യിലേക്ക് അടുത്ത വണ്ടിയായ ഇന്നോവ ഐക്രോസ്, അതായത് ഏകദേശം 45 ലക്ഷം രൂപ വരുന്നുണ്ട്, ആ വിലയുള്ള വണ്ടിയാണ്. പക്ഷെ എന്നാൽ ഇതിലൂടെ അടുത്ത സ്ഥലമെടുക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിങ്ങൾ കുറിച്ചു വെച്ചോ, നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും.
നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം തരും, തീർച്ചയായിട്ടും അതിനുള്ള മീൻസ് വഴികൾ ഒരുക്കി തരും. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോന്ന് എഴുതി വെച്ച് നിങ്ങൾ അത് ഫുൾഫിൽ ചെയ്യുക. എന്നാൽ ഈ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം? നെറ്റ്വർക്ക് വേണം, വ്യക്തികൾ വേണം. അതുകൊണ്ട് കൂടുതൽ ആളിലേക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്താം. നമുക്ക് എവിടെ പോയാലും ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ ഇവിടെ ചോദിക്കും, പലരും ചോദിക്കുമ്പോൾ നമുക്ക് ഈ ബിസിനസ് പറയാൻ തന്നെ മടിയാണ്. ഞാൻ ചെയ്യുന്നത് ഓൺലൈൻ പരിപാടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തട്ടിപ്പ് പരിപാടിയാണോ? അതുകൊണ്ട് തന്നെ പുതിയ തുടക്കക്കാർക്ക് ഇതെന്താ പരിപാടി എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആണ്. ഇന്ന് അംബാനി, യൂസുഫ് അലി ചെയ്യുന്നത് എന്താണോ അതേ സിസ്റ്റം തന്നെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്യുന്ന കട ഇട്ടിട്ടാണ്. ഒരുപാട് കട. അംബാനിയുടെ കീഴിൽ 3 ലക്ഷത്തിന് മേലെ തൊഴിലാളികളുണ്ട്. യൂസുഫ് അലി സാറിന്റെ കൂടെ 70,000-ത്തിന് മേലെ തൊഴിലാളി. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ കൂടെ ഡിസ്ട്രിബ്യൂട്ടർ ആണുള്ളത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ ഓരോരുത്തരും ഉൽപ്പന്നങ്ങളും സാധനങ്ങളും അല്ലെങ്കിൽ അവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ടൈമും ഇതിന്റെ കച്ചവടവും മാച്ച് ചെയ്തിട്ടുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളിലേക്ക് നിങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉൽപ്പന്നം, ഞാൻ പറയുന്നത് ഇന്ന് ഉൽപ്പന്നങ്ങളൊക്കെ തീർന്ന ആൾക്കാരാണെങ്കിൽ റീപർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ മാക്സിമം റീപർച്ചേസിലൂടെ നിങ്ങളെ സാധനം തീർന്നു കഴിഞ്ഞാൽ ഓർഡർ പിടിക്കുക. കാരണം ഞാൻ 30,000-ത്തിന് സാധനം എടുത്ത് തുടങ്ങിയ വ്യക്തിയാണ്. രണ്ടാമത് 50,000 എടുത്തു, പിന്നെ 1 ലക്ഷം എടുത്തു. അതായത് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 5 ലക്ഷത്തിന്റെ ഉള്ളിൽ മാത്രം പ്രൊഡക്റ്റ് എടുത്ത വ്യക്തിയാണ് ഞാൻ, ഉപയോഗിക്കാനും വിൽക്കാനും വേണ്ടി. പക്ഷെ ഇന്ന് പറയുകയാണെങ്കിൽ 6 കോടിയുടെ ബിസിനസ് ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 600 ലക്ഷം രൂപന്റെ കച്ചവടം നടത്തിയതിൽ 5 ലക്ഷം മൈനസ് ചെയ്താൽ ബാക്കി നടന്നതൊക്കെ ടീമിലൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്ന അത്തരത്തിലാണ്. അപ്പോ അത്തരത്തിൽ ഇപ്പൊ ടീമിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ പോകുന്നത്, വിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. നമ്മളൊരു വിശ്വാസം കൊടുക്കുക. ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന വിശ്വാസം ആദ്യം നമ്മൾക്ക് ഉണ്ടാവുക. ഞാൻ ഈ ബിസിനസ്സിലേക്ക് എൻട്രി എടുത്തത് ഞാൻ വിജയിക്കാൻ വേണ്ടിയാണ്, എന്റെ കൂടെ വന്നവരെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. മീൻസ് കൂടെ വന്നവർക്ക് ചിലപ്പോൾ വിജയിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ അവരെല്ലാം ഫോക്കസ് ചെയ്യണ്ടേ, അടുത്ത വ്യക്തികളെ ഫോക്കസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് BMW എടുക്കാൻ ആഗ്രഹം, പക്ഷെ എന്റെ കൂടെ 1-ലും 2-ലും വന്ന ആൾട്ടോ എടുക്കാൻ ആഗ്രഹം. അപ്പൊ ഞാൻ അവരെയല്ല കാണേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ 100 ആൾട്ടോ ഉള്ള ആളെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 100 മീൻസ് 10 ലക്ഷത്തിന് വണ്ടി എടുക്കുന്ന ആൾക്കാണ് ആഗ്രഹമെങ്കിൽ അവരെ 100 ആളെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നേരെ മറിച്ച് എനിക്ക് BMW ആണെങ്കിൽ എന്റെ മറ്റൊരു ഓർഗനൈസേഷനിൽ പെൻസും ജാഗോറും എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേ സ്വപ്നങ്ങളുള്ള ആൾക്കാരെ, ഇനി നിങ്ങൾ കടത്തിലാണ് മുങ്ങി നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരാം. നിങ്ങളുടെ കടബാധ്യതകളും നിങ്ങളെ മറ്റുള്ള പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം വിശ്വസിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു 2025 എന്ന വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാറിയിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ലീഡേഴ്സ് അത്തരത്തിലുള്ള ലീഡേഴ്സ് ആണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളെ പിടിച്ചു നിന്നു നിങ്ങളുടെ ടീം അത്രയും ടോപ്പ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. കാരണം ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച വ്യക്തി പോലും എന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഇന്നലെ ഞാൻ ചെമ്മാട് ഏരിയ ആയിരുന്നു. ആ ചെമ്മാട് ഏരിയയിൽ നിന്ന് ഇന്നലെ തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ശേഷം 2 മണി ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തുമ്പോൾ, ഞാനിപ്പോ റൂമിലാണ് ഉള്ളത്. ബിസിനസിന് ആവശ്യമായിട്ട് മലപ്പുറത്ത് തന്നെ 2 റൂം ഓൾറെഡി കീശ്ശേരി മൊറയൂരൊക്കെ താമസിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ 2 മണിയായി ഞാൻ എത്തുമ്പോൾ അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, 6 മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞാലും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മീറ്റിംഗിലേക്ക് കറക്റ്റ് ടൈം എനിക്ക് എന്തായാലും ഒരു 5-5:30 എഴുന്നേക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരോടും, കാരണം ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ സമയം എന്നത് നമുക്കൊരു പ്രശ്നമല്ല. നേരെ മറിച്ച് ഞാനൊരു ജോലിയെ ചെയ്യുന്നെങ്കിൽ എനിക്ക് രാവിലെ 9 ടു വൈകുന്നേരം 5 മണി വരെ, ഇതിനപ്പുറം എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. 5 മണിക്ക് ശേഷം 5 കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓരോ ദിവസം ഓരോ ഏരിയയിലാണ്, ഇപ്പൊ ഓരോ യാത്രകളാണ്. ഇന്നലെ മിന്നാന്ന് ഞാൻ നിലമ്പൂർ ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസം അതിന് തൊട്ട് തലേന്ന് കണ്ണൂരും അതിന് തൊട്ട് കർണാടക ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഭംഗി ആസ്വദിച്ചുകൊണ്ട് സുഖസുന്ദരമായിട്ട് ടെൻഷൻ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് നിങ്ങളെ കയ്യിൽ കിട്ടിയത്. ഞാൻ പറഞ്ഞു ഏറ്റെടുത്തോ. ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഒരു തവണ കിട്ടും. ആ ഒരു തവണ കിട്ടിയത് നമ്മൾ ഏറ്റെടുക്കാൻ ദൈവം തന്നൊരു അവസരം. കാരണം എന്റെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞാൻ ഓൾറെഡി മീൻസ് എന്റെ ഞാൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒരിക്കലും ഈ ചെറിയ സമയം കൊണ്ട് പറഞ്ഞാൽ തീരില്ല. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ പറയുന്നത് മുന്നേ ഒരുപാട് മേഖല ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, മേഖലയിൽ ചൂസ് ചെയ്തിട്ടുണ്ട്. കാരണം കടയിൽ നിൽക്കുന്ന സമയത്ത് മുമ്പ് തന്നെ ഈ പറഞ്ഞ പല മേഖലയും ഞാൻ പയറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നല്ല എന്റെ സക്സസ് അല്ലെങ്കിൽ എന്റെ മാറ്റം കൊണ്ടുവന്നത്. സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, ഞാൻ ഇത്രയും സംസാരിക്കുന്ന ആളല്ല, ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ കണ്ടാ പറയോ, നിങ്ങൾ പറയും ഞാനിപ്പോ ഒരു ട്രെയിനിങ് എടുക്കുന്ന ആളായി മാറി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് 4 ആളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അറിയാത്ത വ്യക്തിയാണെങ്കിൽ 100% നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾക്കും ഇതിലും നല്ല ക്വാളിറ്റി ഉള്ള ആളായിട്ട് മാറാൻ പറ്റും. കാരണം ഞാൻ കോളേജിൽ പഠിച്ച എന്റെ സുഹൃത്തുക്കളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല, ഞാൻ തമാശ പറയുന്നോ കളവ് പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല. തീർച്ചയായിട്ടും
അവർ ഓരോരുത്തരും എന്നെ അറിയുന്ന ആളാണ്. ഞാൻ പല പ്രോഗ്രാമിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, 2 ആളോ 3 ആളോ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പേടിയായിരുന്നു. പക്ഷെ ഇന്ന് 100അല്ല, 500അല്ല, 1000അല്ല, 10,000 ആളുണ്ടെങ്കിലും പേടി കൂടാതെ സംസാരിക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ എന്റെ ടോട്ടൽ ഓർഗനൈസേഷൻ ഒരു 10-600 മേലെ ആൾക്കാരെ വെച്ചൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഈ ബിസിനസിനെ ഞാൻ പ്രോഗ്രാമിലൂടെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അത്തരത്തിലൊരു മെഗാ പ്രോഗ്രാം ഇവിടെ മലപ്പുറം, എന്താ പറയാ, മലപ്പുറത്തെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള മജസ്റ്റിക്കിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു വഴിയാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു പ്ലാറ്റ്ഫോം. പക്ഷെ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മൊത്തം വേസ്റ്റ് ആണ്. നിങ്ങൾ പണിയെടുക്കാനും കൂടി തയ്യാറാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് പണി എന്ന് വെച്ചാൽ വലിയ പണികളൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു കല്ല് കൊണ്ടിടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള വേർക്കുന്ന ജോലിയൊന്നല്ല നമ്മളോട് ചെയ്യുന്നത്. നമ്മളിത് ബിസിനസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. ബിസിനസ്സിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങളും വലിയ വിജയങ്ങളും ഉണ്ടാവും. തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ്, തിരിച്ചറിവുണ്ടാവേണ്ടത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങളെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവർക്ക് ഓരോരുത്തർക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രതികാരം, ഏറ്റവും നല്ല വിജയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിജയമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട് സർക്കിൾ, എന്നെ കളിയാക്കിയ വ്യക്തികൾക്ക് ഓരോരുത്തർക്കുമുള്ള വിജയം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ഇയറിൽ ഒരു 2 രാജ്യം കാണണം എന്നാണ് അടുത്തൊരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. 2 രാജ്യം ഇൻഷാ അല്ലാഹ് ഈ ബിസിനസ്സിലൂടെ തന്നെ ഞാൻ പോകും. അപ്പോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് സംസ്ഥാനങ്ങളാണ് കറങ്ങുന്നതെങ്കിൽ നാളെ രാജ്യങ്ങൾ കറങ്ങുന്ന 195 രാജ്യങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ 195 രാജ്യങ്ങൾ കണ്ടു മടങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. അതിനുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, ചില ആൾക്കാർക്ക് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനുള്ള നല്ലൊരു അവസരം കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാതാപിതാക്കളേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പൊ അത്തരത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ലീഗൽ അല്ല, നിയമവിരുദ്ധമല്ല. മീൻസ് നമ്മൾ കള്ളോ കഞ്ചാവോ സിഗരറ്റോ വിറ്റ് ചെയ്യുന്ന കച്ചവടമല്ല. ജനങ്ങളുടെ ആരോഗ്യം നന്നാക്കിയിട്ട് ഹെൽത്തും വെൽത്തും ഒരുപോലെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങളെ നമ്മൾ വെൽക്കം ചെയ്തിട്ടുള്ളത്. എന്തായാലും മൈ ലൈഫ് സ്റ്റൈൽ എന്ന പ്ലാറ്റ്ഫോം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. ആ ഉയരങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്നെയും കാണാം. നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ഉയരങ്ങളിലേക്ക് എത്തണം. കാരണം ഇന്ന് വരുന്ന ഓരോരുത്തരും ഒരു കോടീശ്വരനാവാൻ ഒരു 9 സ്റ്റെപ്പ് മാത്രം ചവിട്ടിയാൽ മതി. അതിൽ 6ാമത്തെ സ്റ്റെപ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്തിനുള്ളിൽ അതിലേക്ക് എത്തും. നിങ്ങളും ഒരു TC നിന്ന് ITC ആവാനും ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ITC ആവാനും നിങ്ങൾ ശ്രമിക്കുക. അതിനുള്ള സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് ലീഡേഴ്സ് തരും. എന്നാലും എന്റെ ഭാഗത്തുനിന്ന് മാക്സിമം, കാരണം നമ്മൾ ഈ ഒരു ഓർഗല്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഒറ്റ ടീമാണ്, ഒറ്റ കമ്പനിയാണ്. അതുപോലെ തന്നെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ചെറിയ രീതിയിൽ മാത്രമാണ് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്. എന്തായാലും വേറെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് കാണാം. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നെ ഇവിടെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത നമ്മളെ ഗ്രേറ്റ് ലീഡർ അബ്ദുള്ള സാറിനെയും അതുപോലെ തന്നെ ഇതിലെ MCKയും എല്ലാവരും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തരും, കാരണം രാവിലത്തെ ഏറ്റവും നല്ലൊരു സമയമാണ്, പലരും ജോലിന്റെ സമയമാണ്, മക്കളെ സ്കൂളിലേക്ക് അയക്കേണ്ട സമയമാണ്, ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കാണ്. പക്ഷെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു 3/4 മണിക്കൂർ സ്പീച്ച് കേൾക്കാൻ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരും വിജയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. വിജയം മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത്. അതിന് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏത് തടസ്സങ്ങളെയും നേരിട്ട് നിങ്ങൾ കുതിച്ച് മുന്നോട്ട് ഉയരാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു.